ഹലോ, വെൽക്കം ടു ഷൂട്ട് യുവർ മൊമെൻറ്റ്. സോ എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജൂൺ 21 ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ 60 ഡേയ്സ് പ്ലാനിൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന്. നമ്മൾ ജൂൺ 14 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് ജൂൺ 21 ആക്കേണ്ടി വന്നത്. അതിന് ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എനിവേസ് ഇന്ന് തൊട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ നമുക്ക് പ്ലാനിലേക്ക് കിടക്കാം. സോ ആദ്യം ഫസ്റ്റ് ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ +1 ഫിസിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 2 വീഡിയോ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തത് കുറേ ഉള്ളതുകൊണ്ടൊന്നുമല്ല, പക്ഷേ കുറച്ച് അത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒരു 1 hour വീഡിയോ സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ കാണാമെന്ന് പറഞ്ഞാൽ കുറച്ച് മടുപ്പായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പാർട്ട്സ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. സോ പാർട്ട് 1 വീഡിയോ ആണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതും ആയിരിക്കും. ഓക്കെ, സോ നിങ്ങളെല്ലാവരും റെഡി ആയിരിക്കുകയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിൽ ഡീൽ ചെയ്യുന്നത് അതൊന്ന് പറയട്ടെ. കാരണം കംപ്ലീറ്റ്ലി ഫോക്കസ് ഏരിയ ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് വെച്ച് കമ്പയർ ചെയ്താലും മനസ്സിലാകും. ആദ്യം നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ടറി ഫാക്ട്സ് പറയും. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് കുറച്ച് ബ്രീഫായിട്ട് ഇൻട്രൊഡക്ടറി ഫാക്ട്സ് നമ്മൾ പറയുന്നുണ്ട്. ദെൻ വി വിൽ സേ അബൌട്ട് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് എന്താണ് ഡയമെൻഷണൽ ഫോർമുല ആൻഡ് ഡയമെൻഷണൽ ഇക്വേഷൻ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമ്മൾ പറയും. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ ഇക്വേഷൻസ് മനസ്സിലായ പിന്നെ നമ്മൾ പറയുന്നത് ഡയമെൻഷണൽ അനാലിസിസിനെ കുറിച്ചായിരിക്കും. ഒരു ഫിസിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ്റെ ഡയമെൻഷണൽ അനാലിസിസ് എങ്ങനെയാണ്, എന്താണ് എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങളായിരിക്കും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടൻസിൻ്റെ ഓർഡർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ആ ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മളിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത് ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് അല്ലേ. സോ നമുക്ക് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എപ്പോഴും ഒരു നമ്പർ പ്ലസ് ഒരു യൂണിറ്റ്, ഇങ്ങനെ ഒരു നമ്പർ പ്ലസ് ഒരു യൂണിറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പെൻസിലുണ്ട് ആൻഡ് ഐ എം സെയിങ് ദ ലെങ്ത് ഓഫ് ദ പെൻസിൽ ഇസ് 10 cm. ഞാൻ ആ പെൻസിലിൻ്റെ ലെങ്ത്തിന് ഞാൻ 10 cm എന്നാണല്ലേ പറയുക. ലെങ്ത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ 10 cm എന്നാണല്ലേ പറയുക, സെൻറ്റിമീറ്റർ. ഇനിയിപ്പോൾ അതല്ല പെൻസിലല്ല വേറെ വല്ല കയറോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ നമ്മൾ മീറ്റേഴ്സിലാണ് പറയുക അല്ലേ. സോ അങ്ങനെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ നമ്മളൊരു നമ്പർ പ്ലസ് ഒരു യൂണിറ്റ്, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് അതിൻ്റെ മെഷർമെൻറ്റ് നമ്മളെപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യാറ് അല്ലേ. ഇപ്പോൾ ലെങ്ത്ത് വേണ്ട, ഒരു സാധനത്തിൻ്റെ മാസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും, ഒന്നെങ്കിൽ കിലോഗ്രാമിൻ്റെ ടേംസിൽ പറയും, ഗ്രാമിൻ്റെ ടേംസിൽ പറയും. ഹയർ യൂണിറ്റ്സും ഉണ്ട് അല്ലേ. പക്ഷേ നമ്മൾ നോർമലായി യൂസ് ചെയ്യുന്നത് ഗ്രാം, മില്ലിഗ്രാം, പിന്നെ കിലോഗ്രാം ആണ്. ഓക്കെ, സോ physical quantities are represented or expressed using a number followed by a standard unit. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ആയിക്കോട്ടെ, we will represent it using a number and a standard unit. ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഒരു നമ്പർ വെച്ചിട്ടാണ് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ എക്സ്പ്രസ് ചെയ്യുക. എക്സാമ്പിൾസ് നോക്കൂ, നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ലെങ്ത് ഓഫ് എ റോപ്പ്, ഒരു റോപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് 2 meters എന്ന് പറയാം. 2 ഒരു നമ്പർ, മീറ്റർ അതിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. ഇനി ടൈം എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത് മാസ് പറയുന്ന മാതിരി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ടൈം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പറയും 2 seconds അല്ലെങ്കിൽ 2 hours അല്ലെങ്കിൽ 2 minutes എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. സോ അത് ഈ ഹവേഴ്സ്, സെക്കൻഡ്, മിനിറ്റ് എന്നൊക്കെ പറയുന്നത് ടൈമിൻ്റെ എന്താണ്, യൂണിറ്റാണ് അല്ലേ. സോ അങ്ങനെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയും നമ്മളൊരു യൂണിറ്റ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, കോൺസ്റ്റൻസ് ഒരു നമ്പർ, കോൺസ്റ്റൻറ്റ് മീൻസ് ഒരു നമ്പറാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് യൂണിറ്റ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എപ്പോഴും ഒരു നമ്പർ പ്ലസ് ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ഡിനോട്ട് ചെയ്യുക. ഓക്കെ,
So, measurement of a physical quantity is compared with an international accepted reference standard called units. ഇൻ്റർനാഷണൽ ആക്സെപ്റ്റഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പെൻസിലിൻ്റെ ലെങ്ത്ത് ഞാൻ ഇന്ത്യയിൽ മെഷർ ചെയ്താലും, വേറെ പോയിട്ട് ഞാൻ അമേരിക്കയിൽ മെഷർ ചെയ്താലും, വേറെ ഒരു ഗൾഫിൽ പോയിട്ട് മെഷർ ചെയ്താലും നമുക്ക് കിട്ടുന്ന ലെങ്ത്ത് സെയിം ആയിരിക്കും. ആ യൂണിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റും സെയിം ആയിരിക്കും അല്ലേ. 2 സെൻറ്റിമീറ്ററിൽ പെൻസിലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എല്ലായിടത്തും 2 സെൻറ്റിമീറ്റർ തന്നെയാണ് അല്ലേ. സോ ദാറ്റ് മീൻസ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള റെഫറൻസ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. അതല്ലാതെ അത് സ്ഥലം മാറുന്നതോറും മാറുന്നൊരു യൂണിറ്റ് സിസ്റ്റം ഒന്നും അല്ല അല്ലേ. എല്ലാ സ്ഥലത്തും സെയിം സ്റ്റാൻഡേർഡ് ഓഫ് റെഫറൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ റെഫറൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ മെഷർമെൻറ്റിനെ എപ്പോഴും എക്സ്പ്രസ് ചെയ്യാറ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് യൂണിറ്റ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ സോ ദർ ആർ സം ബേസിക് യൂണിറ്റ്സ്. നമുക്കറിയാം ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ. നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ +1 +2 ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കാണും. ഓക്കെ, സോ അത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ബൈ ഹേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റീസിൻ്റെ ഒക്കെ യൂണിറ്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. മെയിനായിട്ടുള്ള നിങ്ങൾ പഠിക്കും. ബട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഏതൊരു യൂണിറ്റും നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ടേംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് കോമൺ ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ടായിരിക്കും, ബേസിക് യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. സോ ഈ ബേസിക് യൂണിറ്റ്സ്, അതായത് കുറച്ച് ബേസിക് യൂണിറ്റ്സ് ഉണ്ട്. ഈ ബേസിക് യൂണിറ്റ്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. അല്ലാതെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും വേറെ വേറെ പുതിയ പുതിയ യൂണിറ്റ്സ് എന്നല്ല, കുറച്ച് ബേസിക് യൂണിറ്റ്സ് ഉണ്ട്. ആ ബേസിക് യൂണിറ്റ്സിനെ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന യൂണിറ്റ്സ് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക് യൂണിറ്റ്സ് ക്യാൻ ബി കമ്പൈൻ ടുഗെദർ ടു റെപ്രസെൻറ്റ് ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ലെങ്ത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നമ്മൾ മീറ്റേഴ്സിൽ പറയുന്നു. നേരെ മറിച്ച് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് നമ്മൾ എങ്ങനെ പറയാം, മീറ്റർ/സെക്കൻഡ് ആണ് അല്ലേ. ടൈം നമ്മൾ സെക്കൻഡിലാണ് പറയുക. സോ വെലോസിറ്റിന് നമ്മൾ ഈ ഡിസ്റ്റൻസിൻ്റെയും ടൈമിൻ്റെയും യൂണിറ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ സ്പീഡിൻ്റെയോ അല്ലെങ്കിൽ വെലോസിറ്റീൻ്റെ യൂണിറ്റ് പറയുന്നത് അല്ലേ. സോ അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? യൂണിറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types, ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്സ്. അനദർ വൺ ഈസ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്സ് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ പറഞ്ഞ നമ്മളെ ബേസിക് യൂണിറ്റ്സ് എന്താണോ അതിനെയാണ് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പുതിയ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഡിസ്റ്റൻസ് എപ്പോഴും മീറ്റേഴ്സിലാണ് നമ്മൾ പറയുക, ടൈമിനെ നമ്മൾ സെക്കൻഡ്സിലാണ് പറയുക. സോ ഈ മീറ്ററും സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സ് ആണ്. നേരെ മറിച്ച് സ്പീഡ് നമ്മൾ മീറ്റർ/സെക്കൻഡിലാണ് പറയുന്നത്. സോ മീറ്റർ/സെക്കൻഡ് ഇസ് എ ഡിറൈവ്ഡ് യൂണിറ്റ് ദർ. ഓക്കെ, സോ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്, ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, അതായത് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ല. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പറഞ്ഞാൽ ഈ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സും ഉണ്ടാകും, ഡിറൈവ്ഡ് യൂണിറ്റ്സും ഉണ്ടാകും അല്ലേ. ഈ രണ്ടെണ്ണത്തിൻ്റെ ഒരു കളക്ഷനെ നമുക്ക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയാം. അതാണ് ഈ സ്ലൈഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്സ് പ്ലസ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഇസ് ഈക്വൽ ടു സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, സോ ഇവർ രണ്ടുപേരുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ യൂണിറ്റ്സിനെ കുറിച്ച് പറഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് റെഫറൻസ് അല്ലേ. സോ ആ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, SI യൂണിറ്റ് സിസ്റ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അത് തന്നെയാണ് ഈ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിഫോർ യൂസിങ് ദിസ് SI യൂണിറ്റ് സിസ്റ്റം, ഈ ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്ത കുറച്ച് സിസ്റ്റം ഉണ്ട്. യൂണിറ്റ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത കുറച്ച് സിസ്റ്റം ഉണ്ട്. 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് നമ്മൾ ഈ SI യൂണിറ്റ് സിസ്റ്റത്തിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് CGS സിസ്റ്റം, സെക്കൻഡ് വൺ ഇറ്റ് ഈസ് FPS സിസ്റ്റം,
MKS സിസ്റ്റം. ഓക്കെ, ഈ 3 സിസ്റ്റംസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. CGS, ആ പേര് തന്നെ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടേം എപ്പോഴും ലെങ്ത്തിൻ്റെ മെഷർമെൻ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ നടുക്ക് വരുന്ന GPK എന്ന് പറയുന്നത് എപ്പോഴും മാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും. എസ് ലാസ്റ്റ് എല്ലാത്തിൻ്റെ എസ് ആണ് അല്ലേ. സോ ഓർഗാൻ ഈസിയാണ്, സെക്കൻഡ്സ് ആണ്. C എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റേഴ്സ് ആണ്, G പറഞ്ഞാൽ ഗ്രാമാണ്, F എന്ന് പറഞ്ഞാൽ ഫൂട്ട് ആയിരിക്കും, P പൗണ്ട് ആണ്, M മീറ്റേഴ്സ്, K കിലോഗ്രാം. അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് ടേം എപ്പോഴും ലെങ്ത് ആയിരിക്കും, സെക്കൻഡ് ടേം എപ്പോഴും മാസിനെ ആയിരിക്കും, തേർഡ് ടേം ടൈമെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും. സോ ബിഫോർ യൂസിങ് ദിസ് SI യൂണിറ്റ് സിസ്റ്റം വി യൂസ്ഡ് CGS, FPS, MKS സിസ്റ്റം. CGS സിസ്റ്റത്തിൽ നമ്മൾ ഇപ്പോഴും ക്വാണ്ടിറ്റീസിനെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് SI യൂണിറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, സോ പ്രസൻ്റ്ലി വി ആർ യൂസിങ് സിസ്റ്റമേ ഇൻ്റർനാഷണലി ഡി യൂണിറ്റ്. സിസ്റ്റമേ ഇൻ്റർനാഷണലി ഡി യൂണിറ്റ്സ് എന്ന് പറയുന്ന SI യൂണിറ്റ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റെപ്രസെൻറ്റഡ് ആസ് SI യൂണിറ്റ്സ്. And this is developed by General Conference on Weights and Measurements. General Conference on Weights and Measurements ലാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഉള്ളത്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ ഈ SI യൂണിറ്റ് സിസ്റ്റത്തിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു ഐഡിയ തരാമെന്നേ ഉള്ളൂ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, മേ ബി 1 വേർഡിന് ചോദിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ there are some base units in this system. There are 7 base units in this system. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് കുറച്ച് ബേസ് യൂണിറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ SI യൂണിറ്റ് സിസ്റ്റത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ യൂണിറ്റ്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു 7 ബേസ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് 7 ബേസ് യൂണിറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ, ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ലെങ്ത്, സെക്കൻഡ് വൺ മാസ്, third one time, fourth one electric current, fifth one thermodynamic temperature, sixth one amount of substance, and last one, seventh one is luminous intensity. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എപ്പോഴും മീറ്റേഴ്സ് ആണ്, സെൻറ്റിമീറ്ററിനോ കിലോമീറ്ററെന്നോ പറയരുത്. SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് ഓൾവേസ് മീറ്റേഴ്സ് ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ M, സ്മോൾ ലെറ്റർ M, ആൻഡ് മാസ് ഇറ്റ് ഇസ് കിലോഗ്രാം. നമുക്കറിയാം റെപ്രസെൻറ്റേഷൻ അല്ല. ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്സ് ആണ്, മിനിറ്റെന്നോ ഹവറെന്നോ പറയരുത്. ടൈം എപ്പോഴും സെക്കൻഡ്സിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ആൻഡ് ഇലക്ട്രിക് കറണ്ട് ആംബിയേഴ്സ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് യൂസിങ് ക്യാപിറ്റൽ ലെറ്റർ A. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അല്ല. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലാണ് നമ്മൾ മെഷർ ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ K വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. ദെൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മോളാണ്, MOLE അല്ലേ. നമുക്ക് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതിനെ കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് MOL, മോൾ. ഓക്കെ, പിന്നെ ഉള്ളത് ലുമിനസ് ഇൻറ്റൻസിറ്റി ആണ്. ലുമിനസ് ഇൻറ്റൻസിറ്റീനെ കാൻഡല എന്ന് പറഞ്ഞിട്ടുള്ളൊരു SI യൂണിറ്റാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. CD എന്ന് പറഞ്ഞ 2 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുക. സോ SI യൂണിറ്റ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന 7 ബേസ് യൂണിറ്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. സോ ഇത്രയും ബേസ് യൂണിറ്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ SI യൂണിറ്റ് സിസ്റ്റത്തിൽ എന്താണ് ലുമിനസ് ഇൻറ്റൻസിറ്റീൻ്റെ SI യൂണിറ്റ് അങ്ങനെ ചോദിക്കാം. ഓക്കെ, ലുമിനസ് ഇൻറ്റൻസിറ്റി കുറച്ച് ഡിഫറെൻ്റ് ആയി നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ്. സോ അത് മേ ബി 1 വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ യൂണിറ്റ്സ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഓരോ യൂണിറ്റ്സിൻ്റെയും ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അത് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, നമുക്ക് സിലബസിൽ ഈ ടേബിൾ എടുത്ത് പറയുന്നത് കൊണ്ട് ആ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഓക്കെ, ഈ ബേസ് യൂണിറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ബേസ് യൂണിറ്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള ഡിറൈവ്ഡ് യൂണിറ്റ്സ് എഴുതുന്നത് അല്ല, SI യൂണിറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെലോസിറ്റി എടുക്കാം. വെലോസിറ്റി എന്താ നമുക്കറിയാം. ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് വിത്തിൻ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റേഴ്സ് ആണ്. ടൈമിൻ്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സ് ആണ്. ദെൻ വെലോസിറ്റീൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. അടുത്ത കേസ് ആക്സിലറേഷൻ എടുത്ത് നോക്കൂ. ആക്സിലറേഷൻ ഈസ്
വെലോസിറ്റി ബൈ ടൈം അല്ലേ. വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് വെലോസിറ്റി? മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ ടൈമിൻ്റെ SI യൂണിറ്റ് അഗെയിൻ സെക്കൻഡ് തന്നെയാണ്. സോ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്. ആ മീറ്റർ പെർ സെക്കൻഡത്തെ സെക്കൻഡിനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് തന്നെയല്ലേ ആക്സിലറേഷൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബേസ് യൂണിറ്റ് 7 ബേസ് യൂണിറ്റ്സ് ഉണ്ട്. പിന്നെ ഈ 7 ബേസ് യൂണിറ്റ്സ് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും യൂണിറ്റ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ all physical quantities can be expressed using this 7 base units. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ യൂണിറ്റ്സ്, മെഷർമെൻറ്റ്, യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് എ ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏരിയ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഡയമെൻഷണൽ അനാലിസിസ് എന്നായിരിക്കും. സോ ഈ ഡയമെൻഷണൽ അനാലിസിസ് പറയുന്നതിന് മുന്നേ എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷൻ എന്നും ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ ഇക്വേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് റെപ്രസെൻറ്റഡ് വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്. എപ്പോഴും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷനെ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്താണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡയമെൻഷൻ എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു ബേസ് ക്വാണ്ടിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് അല്ലേ. സോ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് നമുക്കറിയാം, ഒബ്വിയസ്ലി ആ ഡിസ്റ്റൻസിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലേ. ആൻഡ് അതിന് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ L എന്ന് ഡിനോട്ട് ചെയ്യുന്നു. മാസ് ആണെങ്കിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ M എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ടൈം ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ T എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ദ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദ പവേഴ്സ് to which the base quantities are raised to represent that quantity. അതായത് ഏത് രീതിയിലാണ്, എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഒരു ബേസ് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷനെ കാണിക്കുന്ന അതിനാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. സപ്പോസ് നമുക്ക് വോളിയം എടുക്കുക അല്ലേ. നമ്മളെപ്പോഴും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അങ്ങനെയാണ് ജനറലി നമ്മൾ വോളിയത്തിന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. എന്താണ് വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ദിസ് ഈസ് കോൾഡ് വോളിയം അല്ലേ. സോ ഇവിടെ നമുക്ക് 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അല്ലേ. ലെങ്ത് ആയാലും ബ്രെഡ്ത്ത് ആയാലും ഹൈറ്റ് ആയാലും മൂന്നിനും എന്തിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും? ലെങ്ത്തിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും അല്ലേ. ബ്രെഡ്ത്ത് ആയാലും ഹൈറ്റ് ആയാലും ലെങ്ത് ആയാലും അതൊരു ലെങ്ത് അല്ലേ, അതായത് ലെങ്ത് മെഷർമെൻ്റ് അല്ലേ. സോ ഈ 3 ക്വാണ്ടിറ്റീസിനും ലെങ്ത്തിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, സോ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ L എന്ന് എഴുതുക, അതാണ് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അല്ലേ. ഡയമെൻഷൻ എഴുതുമ്പോൾ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് L ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് L ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് L ഇങ്ങനെ എഴുതിക്കൂടെ അല്ലേ. ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എഴുതാം, സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് L റേസ് ടു 3 അല്ലേ. 3 അതായത് L ഇൻറ്റു L ഇൻറ്റു L, ദാറ്റ് മീൻസ് V ഇസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് L റേസ് ടു 3 അല്ലേ. സോ വോളിയം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് എന്ന് പറയുന്ന ഒരു ബേസ് ക്വാണ്ടിറ്റിയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? L ടു ദ പവർ 3, L ടു ദ ക്യൂബിക് പവറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. വോളിയം എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ക്യൂബിക് പവറിനോടുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഒരു ബേസ് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അത് തന്നെയാണ് ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. സെയിം എക്സാമ്പിളാണ്. വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ. ഡയമെൻഷൻ വൈസ് എഴുതിയതാണ്. Therefore v is equal to square bracket of L raised to 3. ഇനി വെലോസിറ്റിൻ്റെ കേസ് നോക്കൂ. വെലോസിറ്റി v is equal to ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത്തിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും ബൈ ടൈം. ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടി ആണ് അല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ ഡയമെൻഷൻ ഓഫ് ടൈം എന്ന് നേരത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റീൻ്റെ ഡയമെൻഷനെ എനിക്ക് എൽ ഇൻറ്റു ടി റേസ് ടു -1 എന്ന് എഴുതിക്കൂടെ. അതായത് ഈ ടീനെ ഞാൻ ന്യൂമറേറ്ററിലേക്ക് എടുത്തു. അപ്പോൾ എന്തായി? ടി ഇൻവേഴ്സ് ആയി. സോ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഈസ് വി ഈസ് ഈക്വൽ ടു എൽ ടി ഇൻവേഴ്സ്. ഓക്കെ. സോ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. വി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വെലോസിറ്റീൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ടി ഇൻവേഴ്സ് ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഡയമെൻഷൻ എന്താണെന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡയമെൻഷണൽ ഫോർമുല. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്? ഓക്കെ, സോ it shows how and which base quantities represent the dimension of a physical quantity. ഞാൻ നേരത്തെ പറഞ്ഞു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ബേസ് ക്വാണ്ടിറ്റിയും എങ്ങനെയാണ് തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുന്ന ഇതാണ് ഡയമെൻഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് അവർ കണക്ട് ചെയ്തിട്ടുള്ളത്, ഏത് രീതിയിലാണ് ഏതൊക്കെ ബേസ് ക്വാണ്ടിറ്റീസുമായിട്ടാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കണക്ട് ചെയ്തിട്ടുള്ളത്, അത് കാണിക്കുന്ന ഒരു ഫോർമുലേനെയാണ് നമ്മൾ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് വോളിയം ആയിരുന്നു അല്ലേ. ഇവിടെ വോളിയത്തിൻ്റെ ഡയമെൻഷൻ നമുക്ക് L⁻³ ആയിട്ട് കിട്ടി. സോ ഇത് നമുക്ക് മനസ്സിലായി അത് എല്ലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. raised⁻³ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുകയാണെങ്കിൽ എമ്മും എല്ലും ടിയും ഈ മൂന്ന് ക്വാണ്ടിറ്റീസാണ് നമ്മൾ ജനറലി ഒരു ഫോർമുല എഴുതാൻ നമ്മൾ യൂസ് ചെയ്യാറ്. സോ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ വോളിയം? ഇല്ല. അപ്പോൾ M⁻�0 എന്ന് കൊടുത്തു. എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ്? L⁻³ ആണ്. ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ വോളിയം. ഇനി സെയിം കേസ് നമുക്ക് വെലോസിറ്റി അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ. സോ വെലോസിറ്റീൻ്റെ കേസ് ആണെങ്കിൽ ഇതിനെ ഞാൻ സ്മോൾ ലെറ്റർ വി ആക്കി. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് LT ഇൻവേഴ്സ് ആണ്. ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ആൻഡ് ടൈം അല്ലേ. ടൈമിനെയും ലെങ്ത്തിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ഇത് വെച്ചിട്ട് നമ്മൾ വെലോസിറ്റീൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? എമ്മും എല്ലും ടിയും ആണ് നമ്മൾ ജനറലി യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ raised⁻⁴. എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടീനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? raised⁻⁻1. സോ ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ വെലോസിറ്റി. ഓക്കെ, സോ അതാണ് ഒരു ഡയമെൻഷനും ഡയമെൻഷണൽ ഫോർമുലയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ ആണ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും. പിന്നെ ഡയമെൻഷൻ ഫോർമുലയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ ക്വാണ്ടിറ്റീസിനെ ഏതൊക്കെ രീതിയിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അത്രയും ഇൻഫോർമേഷൻസ് തരുന്ന ഒരു ഫോർമുലേനെയാണ് നമ്മൾ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയമെൻഷൻ ഫോർമുല നമ്മൾ എഴുതുന്ന ടൈമിൽ ഓൺലി ബേസ് ക്വാണ്ടിറ്റീസ് ആർ പ്രസൻറ്റ്. ബേസ് ക്വാണ്ടിറ്റീസ് മാത്രമേ ആ ഫോർമുലയിൽ ഉണ്ടാകുള്ളൂ. വോളിയം ഇസ് ഈക്വൽ ടു M⁻�0 L³ T⁻�0 നമ്മൾ ചെയ്ത് കാണിച്ചതാണ്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. therefore M⁻�0. എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് L⁻⁴. ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് T⁻⁻1 എന്നുള്ള രീതിയിലാണ്. സോ ദീസ് ആർ ദ ഫോർമുല അല്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് വി കോൾ എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ദെൻ നെക്സ്റ്റ്
വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡയമെൻഷണൽ ഇക്വേഷൻസ്. എന്താണ് ഡയമെൻഷണൽ ഇക്വേഷൻസ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇക്വേഷൻസ് ഒബ്റ്റെയിൻഡ് ബൈ ഇക്വേറ്റിംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിത്ത് ദെയർ ഡയമെൻഷണൽ ഫോർമുല. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എല്ലാതും സിമിലറായിട്ട് തോന്നും, പക്ഷേ എല്ലാതും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോൾ യെസ്, അതിൽ നമ്മൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ബേസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെ രീതിയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത്രയും ഇൻഫോർമേഷൻസ് തരുന്ന ഒരു ഫോർമുലയാണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്, അല്ലേ? ഇനി കമ്മിങ് ടു ഡയമെൻഷണൽ ഇക്വേഷൻ ആകുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്തിടുന്നു, എന്നിട്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, ഈക്വൽ ടു സൈൻ വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നോക്കൂ, വോളിയം നമുക്ക് ആദ്യം പറയാം. നമ്മൾ ആദ്യം അതല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. വോളിയം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ വി ആണ്, അതിനെ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്തിട്ടു, ഇസ് ഈക്വൽ ടു, ഇനി ഞാൻ വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുകയാണ്, ദാറ്റ് ഈസ് m⁻⁴ L⁻³ T⁻0 അല്ലേ? ഇപ്പോൾ ഞാനിവിടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള വോളിയം വീനെ ഞാൻ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി കോൾ ഡയമെൻഷണൽ ഇക്വേഷൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഇതിനെ നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയും നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ എങ്ങനെ എഴുതുന്ന, ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്ന ഇക്വേഷൻസിനെയാണ് ഡയമെൻഷണൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് വെലോസിറ്റീൻ്റെ കേസും കൂടി ഒന്ന് എഴുതി നോക്കാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ വി ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ഇസ് ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല എന്തായിരുന്നു, m⁻⁴ L⁻⁴ എഴുതണം, നിർബന്ധം ഒന്നുമില്ല, എന്നാലും എഴുതിയാലും തെറ്റൊന്നുമില്ല. ഓക്കെ, m⁻⁴ L⁻⁴ T⁻⁻. ദിസ് ഇസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ ഫോർ വെലോസിറ്റി. സോ ഡയമെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് മനസ്സിലാക്കുക, ഡയമെൻഷണൽ ഇക്വേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. മൂന്നെണ്ണം തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സോ ആ ഒരു ഐഡിയ എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സോ അത് തന്നെയാണ് നമ്മളിവിടെ സെയിം നമ്മൾ നേരത്തെ ചെയ്ത് കാണിച്ച അതേ എക്സാമ്പിൾസാണ് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു, യൂണിറ്റ്സ് എന്താണെന്ന് പഠിച്ചു, SI യൂണിറ്റ് സിസ്റ്റം പഠിച്ചു, അതിലുള്ള ബേസ് യൂണിറ്റ്സ് പഠിച്ചു, ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് പറഞ്ഞു, ഡയമെൻഷണൽ ഫോർമുല പറഞ്ഞു, ഡയമെൻഷണൽ ഇക്വേഷൻസും പറഞ്ഞു, അല്ലേ? അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാണ്. അതായത് ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ് നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക, എന്നിട്ട് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഡെൻസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. എന്താണ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം, അല്ലേ? സോ മാസും വോളിയം രണ്ടും നമുക്കറിയാം, അറിയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. സോ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ട്രൈ ചെയ്യുക, എന്നിട്ട് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. സോ ആൻസർ കറക്റ്റായോ കറക്റ്റായില്ലെന്നും വിഷയമല്ല, ഏതായാലും നിങ്ങൾ ചെയ്യുക, എന്നിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറയുന്നത്. പാർട്ട് 2 നമ്മൾ നെക്സ്റ്റ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിൽ നമ്മൾ പറയുന്നത് ഡയമെൻഷണൽ അനാലിസിസിനെ കുറിച്ചായിരിക്കും. സോ ആ ഒരു കാര്യം, ഡയമെൻഷണൽ അനാലിസിസിനെ കുറിച്ച് പറയണമെങ്കിൽ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ വേണം, പ്രത്യേകിച്ച് ഡയമെൻഷന് ശേഷം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ വേണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഡിസ്കസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ടിൽ അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ കറക്റ്റായിട്ട് കാണുക, ശ്രദ്ധിച്ച് കാണുക, നോട്ട് ചെയ്യുക. ആൻഡ് നോട്ട്സ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു. ലെറ്റ്സ് ഗ്രോ ടുഗെദർ.